ഇത് എത്ര നേരമായി ഒരു 1.5 ടൺ സാധനമെങ്കിലും ഇപ്പൊ അമ്മൂത്ത് വാരിത്തേറ്റ് കാണും. എന്തിനു നാറ്റം? അത് ചോദിച്ചാലേ ബോധം കെട്ട് വീഴും. അവള് വീഴണം, അതും ഒറ്റ നോട്ടത്തിൽ തന്നെ. ഗൾഫിൽ വെച്ച ഈ ഫോട്ടോ എന്റെ കയ്യിൽ കിട്ടിയത്, അതും 10-20 പെൺകുട്ടികളുടെ ഫോട്ടോയുടെ ഇടയിൽ നിന്ന്. അതിലൊരു പെൺകുട്ടിക്ക് നിറമില്ല, നിറമുണ്ടെങ്കിൽ മുടിയില്ല, മുടിയുണ്ടെങ്കിൽ തടിയില്ല. ഏത് പെൺകുട്ടിക്കുണ്ട് ഈ 3 ഗുണവും? ഉണ്ട് ഉണ്ട് ഉണ്ട്, ഈ പെൺകുട്ടിക്കുണ്ട്. ഇത് കിട്ടിയെന്ന് മുതൽ എന്തോ ഇവളെന്റെ ഭാര്യ ആയതുപോലെ ഒരു തോന്നൽ. ഇവിടെ നോക്കിക്കോടോ, കറക്റ്റ് മാച്ചല്ലേ? ഞാൻ തീരുമാനിച്ചോ മനോഹര, ആദ്യം പെണ്ണ് കാണുക, പിന്നെ ഡേറ്റ് ഫിക്സ് ചെയ്യുക, പിന്നെ കല്യാണം കഴിക്കുക. ഒരു 2 മാസം ഹണിമൂണൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വന്ന് വെറുതെ തോന്നുന്നു. ഇതാ എഴുതി വെച്ചിട്ടുണ്ടല്ലേ, പ്രഭു ഇല്ലാന്ന്. അയ്യോ, ഇത് ആ പ്രഭു ഇല്ലെന്നല്ല, ഇത് പ്രഭുവില്ല, വീട്ടുപേര്. ആ പ്രഭു ദാ വന്ന്. നല്ല വിദ്യാഭ്യാസ ജ്ഞാനസ്നാനം. വാ വരി വരി, ഒരു കൊലവിളിക്കുള്ള ആളുണ്ടല്ലോ. ഇത് ചെറുക്കന്റെ സ്വന്തം വണ്ടി തന്നെ. എന്റെ സ്വന്തം തന്നെ. എങ്കിൽ അകത്താട്ട് വരി 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 വരി. ഗൾഫി അല്ലേ? അതെ. ഗൾഫി എവിടെ? ഒമാൻ. ഒമാൻ? ഒമാൻ അറിയോ? ഇല്ല. ജോലി AC മെക്കാനിക്കാരന് പോയെങ്കിലും ഇപ്പൊ ബിസിനസ് ആണ്. അപ്പൊ വർഷാപ്പുകാരൻ തന്നെ. മാസം എന്തൊരു കിട്ടും? ഒരു 10,000 റിയാൽ കിട്ടും. അപ്പൊ കാശായിട്ടൊന്നും കിട്ടില്ലല്ലേ? അല്ല പെണ്ണെന്ത്? എത്ര വരെ പഠിച്ച്? SSLC. അയ്യേ, PA പോലും ഇല്ലല്ലേ? സാറിനേക്കാൾ 6 ക്ലാസ് കൂടുതലുണ്ട്. അല്ല, പോളിടെക്നിക്ക് ചേർന്ന് ഡിപ്ലോമ എടുത്തിരുന്നു. ടിപ്പമാ ടിപ്പമാ. അല്ല പെണ്ണിനെ കണ്ടില്ല. ഇയാൾക്ക് എന്തിനത്ര ധൃതി പെണ്ണിനെ കാണാൻ? നീ തന്നെ അല്ലേ ചെറുക്കൻ? അതെ. യവ നിന്റെ ആരുടെ? കൊച്ചച്ഛൻ. അച്ഛൻ? ഞാനാ. അച്ഛന്റെ പേര്? രാമൻകുട്ടി. മരിച്ചുപോയി. എന്തരായിരുന്നു ജോലി? കൃഷി കാര്യങ്ങളൊക്കെ ആയിരുന്നു. കർഷകൻ കർഷകൻ കർഷകൻ. അച്ഛന്റെ അച്ഛൻ? കുഞ്ഞിക്കണ്ണൻ. ആ കുഞ്ഞിക്കണ്ണന്റെ അച്ഛൻ? അത് ഓർമ്മയില്ലല്ലേ? അല്ല, അതിലെന്താ ഇത്ര പ്രസക്തി? അത് തറവാടിത്തം അറിയാവല്ലേ? പാരമ്പര്യമുള്ളവരാണെങ്കിൽ എത്ര തലമുറ കഴിഞ്ഞാലും മുൻ തലമുറക്കാരുടെ പേര് പറയും. ഉദാഹരണത്തിന് നമ്മുടെ വേലിത്തമ്പി തവള. ധവളയല്ല, ദളവ. എന്തൊരു തവളെങ്കിലും ആവട്ടെ. ലവന്റെ തുടർച്ചക്കാരനെ ലവനെ ഓർക്കണില്ലേ? പേര് പറയണില്ലേ? അതുപോലെ യവനെങ്കിലും നിനക്കൊക്കെ ഉണ്ടോടെ? പെണ്ണെത്തി. അതെന്റെ പെണ്ണാടേ. ഇനി ഇവർക്ക് വല്ലതും സംസാരിക്കാനുണ്ടെങ്കിലാവാ. അകത്തേക്ക് ചെല്ലടാ. അകത്താട്ട് കാറിലും പറയലൊക്കെ കല്യാണം കഴിയെങ്കിൽ. അല്ല, പരസ്പരം ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക്. അവന് ഇഷ്ടപ്പെട്ട്, പെണ്ണിന്റെ തന്തയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല പൂപ്പ. ഞങ്ങൾക്ക് വേണ്ടത് നല്ല ഒന്നാന്തരം തറവാടുകളാണ് കേട്ടാ. നിനക്കൊന്നും അത് ഇല്ലല്ലേ? ഞങ്ങളുടെ തറവാടത്തെ കുറിച്ച് പറയാൻ നിങ്ങൾ ആരാ? നിങ്ങളുടെ തറവാടത്തെ എന്താണെന്ന് ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. എന്റെ തറവാടത്തെ പറയാം. നീ ആരുടെ? കാലി പോടിയകത്ത്. കുറച്ചുകൂടി സൗമ്യമായി സംസാരിക്കണം. അതെ, ഞാനത് പറഞ്ഞു വരായിരുന്നു. കണ്ണി കണ്ട ചണ്ടികൾക്ക് പെണ്ണാലോചിക്കാനുള്ള അല്ല എന്റെ വീട്. ഗൾഫിൽ പോയി പൊരിവെയിലത്ത് പണിയെടുത്ത് കാശുണ്ടാക്കി നിന്നെ ഓർത്ത് അച്ഛൻ അഭിമാനമുണ്ട്. ഇതുപോലുള്ള ബന്ധം അന്വേഷിച്ച് ഈ അച്ഛന്റെ മാനം മറ്റുള്ളവരുടെ മുമ്പിൽ കളയരുത് മോനെ. വാ വാ, തന്നെ തന്നെ ചെല്ലി. ഒരുത്തിയെ കെട്ടി കൂടെ 1 മാസമെങ്കിലും കഴിഞ്ഞ് ഉടനെ തിരിച്ചു പോകണമെന്ന് കരുതി വന്നവനാ ഞാൻ. 1 മാസത്തേക്കാണെങ്കിൽ തൽക്കാലത്തെ കൊരണത്തിന് അഡ്ജസ്റ്റ് ചെയ്ത് തരാ. ചെറ്റത്രം പറയാടോ. അല്ലേലും തന്റെയൊക്കെ വായന ഇതല്ലേ പ്രതീക്ഷിക്കാവൂ. ഒരു കാര്യം പറ, 1 മാസത്തേക്ക് ഒരു ചെക്കനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? സാർ ഇത്രക്കാരനാണ് സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല. അതിനല്ലടോ, ഒരു പെണ്ണിനെ കെട്ടിക്കാൻ പറ്റിയ ചെക്കൻ. ആ പ്രഭാര പ്രഭുവിന്റെ മകളുടെ കല്യാണമാണ് ഇനി എന്റെ സ്വപ്നം. ഒരു കാരണത്തടിച്ചാൽ മറുകരണം കാണിച്ചു കൊടുക്കുന്ന സാക്ഷാൽ മഹാ ബലിയാണ് സാർ. ഞാൻ പറഞ്ഞ ചെക്കനെ കുറിച്ച് എനിക്ക് ഒത്തിരി സങ്കല്പങ്ങളുണ്ട്. സാറിന്റെ സങ്കല്പങ്ങൾ ഓരോന്നോരോന്ന് പറഞ്ഞാട്ടെ, ഞാൻ എഴുതിക്കൊള്ളാം. എഴുതിക്കോ. തെണ്ടിയിൽ തെണ്ടി, തെണ്ടിയിൽ തെണ്ടി, അതായത് അതെ. ദരിദ്രവാസിയിൽ ദരിദ്രവാസി, ദരിദ്രവാസിയിൽ ദരിദ്രവാസി, അതായത് ഡിഡി. തന്തയില്ലാത്തവനിൽ തന്തയില്ലാത്തവൻ, തന്തയില്ലാത്തവനിൽ തന്തയില്ലാത്ത, അതും ചേച്ചി. ചെറ്റയിൽ പരമചെറ്റ, ചെറ്റയിൽ പരമചെറ്റ, അത് CPC. സാറേ. അതേടോ, എന്റെ അച്ഛന്റെയും ബന്ധുക്കളുടെയും മുന്നിൽ വെച്ച് എന്റെ തൊലി ഉരിച്ചു വിട്ട് അവന്റെ മകൾ കെട്ടുന്നത് ഇങ്ങനെ തന്നെ ആയിരിക്കണം, അല്ലേടോ? അങ്ങനെയും ആവാ. തനിക്ക് ഞാനൊരു 25,000 രൂപ തരും. അങ്ങനെയാണെങ്കിൽ ചെക്കന്റെ ക്വാളിഫിക്കേഷൻ കുറയും, എനിക്കത് പോരാ.
പോരെ ആ പിന്നെ എനിക്കൊരു 50,000 രൂപ കിട്ടണം. അപ്പൊ മറക്കണ്ട, കള്ളുകുടിയൻ, പെണ്ണുപിടിയൻ, തല്ലുകൊള്ളി, താൻ തോന്നി. ഇതിത്ര ആലോചിക്കാനൊന്നുമില്ല, നിന്റെ കുടുംബത്തിൽ തന്നെ കാണൂലേ? ഉണ്ട്, ഒരാളുണ്ട്, മച്ചാൻ, മാട്ടുപ്പെട്ടി മച്ചാൻ. ഇത് വരി, കൊറേ കാലമായാലും ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. കാര്യമുള്ളപ്പോ വന്നാ മതിയല്ല. എന്താ ഇപ്പൊ കാര്യം? എന്നും ഇങ്ങനെ അടിയും പിടിയും കുത്തും ഒത്തൂർപ്പായിട്ട് ഈ ചേരിയിൽ ഇങ്ങനെ കൂലിപ്പയെടുത്ത് നടന്നാ മതിയാ? അത് പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. അല്ല, നിനക്കൊന്ന് കെട്ടിക്കൂടെ? ഒന്നേ കെട്ടും, അത് നല്ല തൊട്ട് മേടിച്ച് എന്നെ കെട്ടും. നല്ല സെറ്റപ്പ് ഉണ്ടാവുമ്പോ മതിയടേ. എങ്കിലൊരു സെറ്റപ്പ് ഉണ്ട്. ഒന്ന് പോടെ, കാണുമ്പോ കൊറേ പുളു അടിച്ച് എന്നെ ഒരുമാതിരി ആക്കിയിട്ട് നീ അങ്ങ് പോകും. അതൊക്കെ വിട്, ഇതൊരു ഉഗ്രം കേസാ, നിനക്ക് മാത്രമേ പറ്റൂ. അത്ര ഡീസന്റ് പാർട്ടിയാണ്. ഏയ്, നീ എത്രയാ പ്രതീക്ഷിക്കുന്നത്? ഒരു 20-25,000 രൂപ. 25,000 രൂപ? കുറച്ചു കൂടി പോയി, നമുക്ക് സംസാരിച്ചുറപ്പിക്കാം. എടാ, നിനക്ക് ഞാൻ 2.5 കോടി രൂപ സ്വത്തുള്ള ഒരു കോടീശ്വരിയെ കെട്ടിച്ച് തരും. ഒരുമാതിരി എടാ, വേണ്ട, 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 വേണ്ട. ഞാൻ പറഞ്ഞ കേൾക്കടാ. ഒരു ചായ എടു. എടാ, ഞാൻ കളി പറഞ്ഞതല്ല. എനിക്ക് വേണ്ട. വേണ്ടേ? വേണ്ട. നിനക്ക് ജീവിതകാലം മുഴുവൻ കരക്കാരുടെ മത്തങ്ങ ചേന ചേമ്പ് ചുമക്കാനുള്ള വിധി. ഇനിയിപ്പൊ ഞാൻ ആരെ തപ്പിയെടുക്കേണ്ട ഈശ്വരാ? നീ സത്യം പറഞ്ഞാണോ? അതെ, എനിക്കും നിനക്കും കുറച്ച് ചിക്കിളി തരണ കേസാ. എഗ്രിമെന്റ് 50-50. പക്ഷേ ചെറിയ തരികിട കളിക്കണം. തരികിട എന്തായാലും ഈ കേസിൽ ഉണ്ടാവുമെന്നറിയാം. എന്താ തരികിട? അതൊക്കെ പറയാം മോനെ. ദേ കണ്ണപ്പാ, ഇവിടെ വാ, ഇവിടെ വാ. നീ ആരോട് ചോദിച്ചിട്ടാടേ ലോറി കയറിയത്? അതിപ്പോ ലോഡ് വന്നപ്പോ ഞാൻ ആര് ലോഡ് ഇറക്കണം, ആര് ലോറി കയറണമെന്ന് ഞാൻ തീരുമാനിക്കും. മേല വണ്ടി വരുമ്പോ ചാടി കയറിയ അടിച്ചിന്റെ കവാല കുട്ടി ഞാൻ പൊട്ടിക്കും. പോടാ. ദേ കണ്ണപ്പാ, ഇവിടെ വാ. പകുതി ലോഡ് നീ ഇറക്കിക്കും. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല മലയാളി. പോ പോ പോ. മച്ചാനെ, മച്ചാനെ, എനിക്ക് മാട്ടുപ്പെട്ടി ജംഗ്ഷനിൽ ഒരു കട തുറന്നു തരാൻ പറ്റുമോ? കട? ഒരുപാട് ചാക്ക് സാധനങ്ങൾ അടുക്കി വെക്കാൻ പറ്റിയ കട. എന്നിട്ട് എനിക്ക് വരുന്ന ലോഡ് മുഴുവൻ ആ കണ്ണപ്പനെ കൊണ്ട് ചോപ്പിക്കണം. ഏത് കണ്ണപ്പൻ? ചെറ്റക്കണ്ണപ്പൻ. ചേട്ടക്കണ്ണപ്പൻ? എന്റെ ആത്മാർത്ഥ ശത്രു. നിനക്ക് ഒരു കടയല്ല 9 കട ഞാൻ തരും. ഞാൻ പറഞ്ഞ മറ്റേ കാര്യം എന്തായി? അതൊക്കെ ഓക്കേ. ഞാൻ ഗൾഫിൽ കിടന്ന് പൊരി വെയിലത്ത് കഷ്ടപ്പെടുന്നാക്കിയ കാശ് കൊണ്ട് കുറെ ഏജൻസി എടുത്താ നിങ്ങൾക്ക് ഇവിടെ പണി വന്നത്. ഉത്തരവാദിത്വം നോക്കിയെടുത്താൻ പറ്റില്ലെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ മതി. ഞാൻ പൂട്ടിക്കിട്ടി എന്നെ പാട്ടിന് പോവും. പിന്നെ ഞം കഴിക്കാനേ നീയൊക്കെ വേറെ പണി അന്വേഷിക്കേണ്ടി വരും. പരമതണ്ടി, ദരിദ്രവാസി, ചെറ്റ, നാറി, കള്ളുകുടിയൻ, തല്ലുകൊള്ളി, താൻ തോന്നി. എന്താ ഇത്? അങ്ങനെ ഒരു ചെക്കനെ കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു വരികയായിരുന്നു. എങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു അടി കിട്ടാൻ നോക്കണ്ടായിരുന്നോ? അത് ശീലമായി പോയി. എന്റെ 50,000 അതൊക്കെ തരാം. പക്ഷെ അതിനു മുമ്പ് എന്റെ എല്ലാ പ്ലാനിങ്ങുകളും താൻ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ആദ്യം അവരുടെ കല്യാണം, അത് കഴിഞ്ഞ് വധൂവരന്മാർ ആദ്യ രാത്രിയുടെ ലഹരിയിലേക്ക് മുഴുകുമ്പോ. ഓ മതി, നിർത്ത്. എന്തു പറ്റി? എനിക്ക് നാണാവുന്നു. അയ്യേ, അതിന് ഞാൻ അവരുടെ കിടപ്പറയിലേക്ക് അല്ല കടന്നു ചെല്ലുന്നത്. അല്ലേ? അല്ല, ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു. പറ. പിന്നീട് ആ പ്രഭാര പ്രഭുവിന്റെ അടുത്തേക്ക് ഞാൻ ചെല്ലും. എന്നിട്ട് ഞാൻ ഉറക്കെ വിളിച്ചു പറയും, തന്റെ മകൾ കെട്ടിരിക്കുന്ന ഒരു തെണ്ടിയാണെന്ന്. ഇത് പുറത്തു പറഞ്ഞ തല്ലുകൊള്ളില്ലേ? കൊള്ളും. പോലീസ് പിടിക്കില്ലേ? പിടിക്കും. ചിലപ്പോ 1-2 മാസം ജയിലിൽ കിടക്കേണ്ടതായിട്ടും വരും. അതിനൊക്കെ കൂടി ഈ 50,000 രൂപ നല്ല ചോള പോലെ തനിക്കാൻ കൂടി തരുന്നത്. എനിക്ക് തരണ്ട. കാശ് കിട്ടിട്ട് എന്താ കാര്യം? അനുഭവിക്കാൻ ആളില്ലെങ്കിൽ തീർന്നില്ലേ? ഇതുപോലൊരു ചതിക്ക് കൂട്ടുനിന്ന ആ തെണ്ടി പ്രഭു എന്നെ എടുത്തിട്ട് പൂശും. ബാക്കി ജീവൻ ആ മച്ചാനും എടുക്കും. കരയാതെ, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അതിനു മുമ്പ് നിന്റെ ജീവൻ ഞാൻ എടുക്കും. ഇല്ല, നിങ്ങൾ പറഞ്ഞ ഒരാളെ എനിക്ക് കിട്ടിയിട്ടില്ല. ഇനി അഥവാ കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അവനെ വിട്ട് വിറ്റ് തരികേയില്ല. മനോര, നീ വിട്ടുതരില്ല? ഇല്ല. ഇല്ല. ഇയാക്കെന്താ ചെവി കേട്ടൂടെ? ഇല്ല ഇല്ല ഇല്ല. നന്ദിയില്ലാത്ത ചേട്ട. എവിടെ നോക്കിയിരിക്കുന്ന കളി? ഡേയ് തങ്കപ്പ,
எப்படி இருக்கா ஸ்டைலு? சூப்பர். உழைப்பாளி படத்துல ரஜினிகாந்த் மாதிரி இருக்கு. ഉഴൈപ്പാളി അല്ല ഇരൈപ്പാളി. ചിന്നസ്വാമി ഒരു ഫിൽറ്റർ വെൽ. എന്താ മച്ചാനെ ഇന്ന് പണിക്കൊന്നും പോണില്ലേ? കൂലിപ്പണിയൊക്കെ അങ്ങ് നിർത്തി. അലവലാളി. ഇവിടെ കാണും ഒരുപാട് ചരക്കിറക്കാൻ പറ്റുന്ന കടകൾ വല്ലതും വിൽക്കാനുണ്ട്. എന്താ ചിരിക്കുന്നത്? എനിക്ക് വാങ്ങാനാ. എന്താ ലോട്ടറി വല്ലതും അടിച്ചോ? ആ അടിച്ച പോലെ തന്നെ. ഒരു 50 ലക്ഷം രൂപ മുടക്കിയ ആ കട ഇങ്ങ് വാങ്ങാം. 50 ലക്ഷമോ? ഒരു 2.5 കോടി വരെ മുടക്കാൻ ഞാൻ തയ്യാറാ. ഇവനെന്തര വട്ടായോ? മുനിയാണ്ടി, എന്റെ കടയിൽ ചരക്കിറക്കുന്ന പണി നിനക്കും നിന്റെ യൂണിയൻ തന്നിരിക്കുന്നു. എങ്ങനെയുണ്ട് ഈ സ്റ്റൈൽ? മാച്ച് ഉണ്ടോ? മാച്ചൊക്കെയാണ്. ഇതിട്ടോണ്ട് വേണം എനിക്ക് പെണ്ണ് കാണാൻ പോവാൻ. അതെ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. ആ. അതെ, പ്രശ്നമെന്ന് പറഞ്ഞാ വേറൊരുത്തർ എന്നെ പറഞ്ഞു വെച്ചതാ. അയാളുടെ പ്രതികാരം തീർക്കാൻ വേണ്ടിയാ ഈ കല്യാണം നടത്തണമെന്ന് പറഞ്ഞത്. ചതിയാ. കെട്ടിക്കഴിഞ്ഞ അന്ന് തന്നെ നീ ഒരു തെണ്ടിയാണെന്ന് അയാൾ വിളിച്ചു പറയും. പിന്നെ തല്ലിന്റെ മേളൊരുക്കും എനിക്കും നിനക്കും കൊന്നുകളയും. എനിക്കിത് അറിയാവുന്നത് കൊണ്ടാ ഞാൻ ആ പരിപാടി ക്യാൻസൽ ചെയ്തത്. എനിക്ക് ആ കൊടിച്ചേരി കെട്ടിയേ പറ്റൂ. 2.5 കോടിയുടെ സ്വപ്നം ഞാൻ കണ്ടു കഴിഞ്ഞു. ഇത് നടന്നില്ലെങ്കിൽ പിന്നെ ആ കണ്ണപ്പന്റെ മുഖത്ത് നോക്കാൻ പറ്റില്ലടേ. ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയും കാണുന്നില്ല. ആലോചിക്കേണ്ട രീതിയിൽ ആലോചിക്ക്. എന്തെങ്കിലും ഒരു വഴി കിട്ടും. വാ വാ, ഇവിടെ ഇരി. പാഷ, ഒരു റീത്ത്. റീത്ത എന്തിന്? എല്ലാം പറയാം. മനോഹര, ഇവിടെ ഇരി. ഈ റീത്ത് എനിക്ക് ഇഷ്ടമായി. ഈ റീത്തിന്റെ കൂടെ തൊട്ട് നിൽക്കാൻ ഒരു പൂച്ചണ്ട് കിട്ടുവാ. അതൊക്കെ പുറകെ വരും. ഇതങ്ങോട്ട് പിടി. ആ കുടി. എനിക്കൊരു ബുദ്ധി തെളിയുന്നുണ്ട്. ബുദ്ധിയാ? അത് കളാ. അത് ഈ തലയിൽ എങ്ങനെ വരാനാ? ബുദ്ധിയല്ല, കെണി. കെണി. കെനിയ? ആ കുശാഗിന്റെ ബുദ്ധി. ഞാൻ ആദ്യം പറഞ്ഞ പെണ്ണിനെ നീ കെട്ടുന്നില്ല. പിന്നെ പകരം ഇതേ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ തൊട്ടടുത്ത വീട്ടിൽ കയറുന്നു. ആ വീട്ടിലെ കോടീശ്വരനായ മരമണ്ട തന്തയെ വളക്കുന്നു. അയാളുടെ സുന്ദരിയായ ഒരു മകളെ മച്ചാൻ സ്നേഹിക്കുന്നു, അതിൽ വിജയിക്കുന്നു, പിന്നെ കെട്ടുന്നു. ഒരു 100 റീത്ത്. പക്ഷെ കെട്ട് കഴിഞ്ഞ ഒരു 5 ലക്ഷം രൂപ നീ കമ്മീഷനായി തരണം. നീ എന്താ ആലോചിക്കുന്നേ? എന്നാലും കുറെ കാലം കഴിയുമ്പോ ഞാനൊരു കൂലിയാണെന്ന് അറിഞ്ഞാലും മാക്സിമം അറിയാതിരിക്കാൻ നോക്കണം. പിന്നെ അറിയുമ്പോഴേക്ക് മൊത്തം അടിച്ചെടുത്തോണ്ട് മുങ്ങിയിരിക്കണം. വാ, അടുത്ത ബസ്സിൽ പുറപ്പെടാം. ബസ്സാ? ഈ നിമിഷം മുതൽ മച്ചാൻ കോടീശ്വരനാണ്. കോടീശ്വരൻ. കോട്ട് മസ്റ്റ്, ടൈ മസ്റ്റ്, സൂട്ട് മസ്റ്റ്, ഡ്രൈവർ മസ്റ്റ്. ഇത്രയും കാര്യങ്ങൾ മസ്റ്റാണ്. മസ്റ്റാണ്. എന്നാൽ ഉണ്ണികൃഷ്ണൻ മസ്റ്റ്. നല്ല മനസ്സോടെ ഡീസന്റ് ആയിട്ട് നടക്കുമ്പോ തല്ലി കിട്ടണ നാടേത്. എന്നോടൊന്നും പറയണ്ട. മച്ചാനെ, ഈ ചതിക്കെങ്ങാനും കൂട്ടി നിന്നെന്ന് പറഞ്ഞ അച്ഛൻ എന്നെ കൊന്നുകളയും. ചേരിയിലെ പെണ്ണുമായി നീ പ്രേമത്തിലാണെന്ന് നിന്റെ അച്ഛൻ അറിഞ്ഞാലോ? ആ പെണ്ണിനെ പ്രേമിച്ച് പറ്റിക്കാൻ വേണ്ടി അവളുടെ പുറകെ നടക്കുകയാണെന്ന് ആ റൗഡി രാജപ്പനോട് ഞാൻ പറഞ്ഞാലോ? ആ രാജപ്പനെയും തങ്കപ്പനെയും നിന്റെ അച്ഛന്റെ അടുത്തേക്ക് പറഞ്ഞു വിടട്ടാ. ഞാൻ പോയി അവരെ വിളിക്കട്ടെ മച്ചാനെ. നീ ചെല്ലു മനോഹര. ഞാൻ ക്യാഷ് ആയിട്ട് വല്ല സഹായം ചെയ്താ പോരെ? അതും വേണം. പിന്നെ മറ്റു ചില ചെറിയ ചെറിയ സഹായങ്ങളും ചെയ്തു തന്നെ. ഒരു ചെറിയ കാറ്, ചെറിയ ചെറിയ ഡ്രസ്, ഒരു ചെറിയ ഡ്രൈവർ. ഡ്രൈവർക്ക് ഞാൻ അവിടെ പോവും. പറയുമ്പോ മറ്റൊന്നും തോന്നരുത്. ഇപ്പൊ നിന്നേക്കാ പറ്റിയ ഒരു ഡ്രൈവറെ എനിക്ക് കിട്ടാൻ പ്രയാസമാണ്. ഞാനോ? അതെ, നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ കാശുകാരുടെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ നിനക്ക് എനിക്ക് പറഞ്ഞുതരാൻ കഴിയും. വളരെ ഈസി ആയിട്ട് നിനക്ക് ചെന്താമരയെ കെട്ടാനുള്ള വിദ്യ ഞാൻ പഠിപ്പിച്ചു തരികയും ചെയ്യാം. അച്ഛനറിഞ്ഞാലോ? എടാ മണ്ടൂസേ, നീ കെട്ടി ഒരു കൊച്ചു ഉണ്ടായ ശേഷം നിന്റെ അച്ഛൻ അറിയും. അതിനുള്ള വഴിയൊക്കെ മച്ചാന്റെ കയ്യിലുണ്ട്. അതിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ് മച്ചാൻ. എന്നാ പിന്നെ ഞാൻ വരാം. വേറെ മാർഗം ഇല്ലാത്തോണ്ടാണ് ഞാൻ. എന്നാ നമുക്ക് പുറപ്പെടാം. നിക്ക്, ഈ വേഷം ഇട്ടോണ്ടാ നീ ആ വീട്ടിൽ പോണത്? എങ്ങനെയുണ്ട്? നല്ല തറപ്പാണ്ടി ലുക്ക്. പോരാത്തതിന് അവന്റെ ഒരു വീരപ്പ മീശയും ഒരു വീതുളി കൃതാവും. ഇതൊന്നും ശരിയല്ലല്ലേ? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? നിന്റെ ഈ മൊത്തം സെറ്റപ്പ് ഒന്ന് മാറ്റണം. എന്നിട്ടൊരു ചെത്ത് സ്റ്റൈലാക്കി തരാം ഞാൻ. ഗട്ടർ സൂക്ഷിച്ചു പോടേ. വെളിയിൽ നിന്നുള്ള അണ്ടിയുടെ വരവോടെ നമ്മുടെ അണ്ടിക്ക് മാർക്കറ്റില്ലാണ്ടായി പോയി. കച്ചവടമൊക്കെ നഷ്ടത്തിലാണ്. കൂടുതൽ ആളുകൾ പണി ചെയ്യുന്ന സ്ഥലം ഇതാണോ? ആ, പിന്നെ കാണാം. സ്ഫോടനം അപകടമല്ല. അണ്ടി കമ്പനി ആളിക്കത്തുന്നു.
പ്രാണസാർത്ഥം ഓടുന്ന തൊഴിലാളി തരണി മേഖല അത് കോൺസെപ്റ്റോട്ടിലാണ്. തീവ്രവാദികൾ കാവലി പ്രവേശിക്കാം. പിന്നെ വെടിയോട് വെടി. ആ വെടിയിൽ ചില്ലു ജനാലകൾ തകരുന്നു. അതിന് പ്രത്യേക ഷോട്ട്. ഇവിടെയാണ് ബോംബ് വെക്കാൻ പറ്റിയ സ്ഥലം. പിന്നെ ഒരു പൊട്ടിത്തെറി. പൊട്ടിത്തെറിയല്ല, മുഖം പൊത്തി അടിയാണ് വേണ്ടത്. എന്റെ അണ്ടി ഫാക്ടറി ആരാടാ ബോംബ് വെക്കാൻ എന്നോട് പറഞ്ഞത്? ആ പ്രഭാര പ്രഭുവല്ലേ? പറ. ഈ കോണാങ്കട്ടി വേഷം മാറി നടന്നാൽ ഞാൻ തിരിച്ചറിയില്ലെന്ന് വിചാരിച്ചോടാ ബ്രോക്കറെ? ഞാൻ ബ്രോക്കറല്ല, പി ആണ്. പി എന്ന് വെച്ചാൽ പാഴാണ്ടി എന്നാണ് അർത്ഥം. അല്ല, വലിയ വലിയ കോടീശ്വരന്മാരുടെ കൂടെ നടക്കുന്ന ചിങ്കരി എന്നാണ് അർത്ഥം. ഈ നാട്ടിൽ ഞാനല്ലാതെ വേറെ ആരാടാ കോടീശ്വരൻ? അയക്കെന്തിനാണ് ഇവിടെ പണി? സിനിമ പിടിക്കുന്ന പണി. അയ്യോ, അയാളിപ്പോ എവിടെയാണ്? പുതിയൊരു ദൂരദർശൻ തുടങ്ങാൻ വേണ്ടി വന്നതാ. അപ്പൊ പഴയ ദൂരദർശനൻ സർക്കാരല്ലേ, സാമ്പത്തിക ഞെരുക്കം കാണും. എന്റെ സാറിപ്പം മഹാഭാരതം പോലുള്ള സീരിയസ് ആയി പിടിച്ചോണ്ടിരിക്കുകയാണ്. രണ്ട് അണ്ടിക്കമ്പനി മുതലാളിമാരുടെ കുടിപ്പകയുടെയും മത്സരങ്ങളുടെയും കരളലിയിപ്പിക്കുന്ന ഇടി സീരിയൽ. ഒരു മുതലാളി മണ്ടൻ, മറുമുതലാളി മരമണ്ടൻ. അവസാനം ഇരുവരും തമ്മിൽ തല്ലി കുത്തിച്ചാകുന്നു. രഹസ്യം കഥ. അവസാന ഭാഗം പിടിക്കാൻ ഉദ്ദേശിച്ച ഞാൻ ഇവിടെ വന്നത്. ഞാൻ ലൊക്കാലിറ്റി കാണാൻ വന്നതാ. പൊട്ടിത്തെറി ഇവിടെ വെച്ചാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പച്ച തെറിയേക്കണ്ടെങ്കിൽ ഇറങ്ങി പൊയ്ക്കോ. ഞാൻ ഈ സ്ഥലം സിനിമാ പടം പിടിക്കാൻ കൊടുക്കൂല. ഇല്ലെങ്കിൽ വേണ്ട, പിന്നെ ചോദിച്ചില്ല പറഞ്ഞാന്ന് പറയരുത്. ഞാൻ പോവേണ്. എങ്ങോട്ട്? കാലൊടിഞ്ഞ ഇല്ല ഇല്ല, ചിരട്ട പ്രൊഫസറിന്റെ അടുത്തേക്ക് പോവേണ്. ആ സാറ് കമ്പനി തരാതിരിക്കില്ല. കമ്പനി തരുന്നെന്തിനാണ് ഉറപ്പ്? എന്റെ മുതലാളിയെ പോലൊരു അവിവാഹിതനും കോടീശ്വരനുമായ ഒരുത്തനെ വളർത്തിയെടുക്കാൻ ഏത് പെമ്മക്കളുടെയും ബുദ്ധിയുള്ള തന്തമാര് ശ്രമിക്കും. സുന്ദരൻ, സുമുഖൻ, സുശീലൻ, നായർ. ഓ, ചെറുക്കന്റെ പേര് സുശീലൻ നായർ എന്നാണല്ലേ ഫസ്റ്റ് പേര്? അതല്ല, അത് വിശേഷണം. പയ്യന്റെ പേര് ബാലകൃഷ്ണ. ആരോടും പറയില്ലെങ്കിൽ ഞാൻ രഹസ്യം പറയാം. ആ പ്രഭു സാറിന്റെ മൂക്ക് വേണ്ടി ഈ മുതലാളി ആലോചിക്കാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുക. എങ്കിൽ ഞാൻ പോട്ടെ. പോകാൻ വരട്ടെ. ആ ആലോചന ക്യാൻസർ ചെയ്യും. പണ്ടേ നിന്റെ സ്വഭാവം ഇങ്ങനെയാണ്. ഏതെങ്കിലും നല്ല കേസുകൾ വരുമ്പം നീ പ്രഭുവിന് തട്ടും, പിന്നെ ഞാൻ അത് മുടക്കാൻ നടക്കണം. ഡേയ്, ഈ ചെറുക്കനെ എനിക്ക് വേണം. ആ പ്രഭാര പ്രഭു ആശിച്ചത് ഞാൻ നേടിയെടുക്കും. നീ പടം പിടിക്കുകയെ ബോംബ് വയ്ക്കുകയെ എന്തൊരു വേണേ ചെയ്തോ. വേണേ എന്റെ അണ്ടി ഫാക്ടറി മുഴുവനോടെ നീ കത്തിച്ചോ. എടേ, എനിക്ക് ആ ചെറുക്കനൊന്ന് പരിചയപ്പെടണല്ലേ. തികച്ചും യാദർച്ഛികമായിട്ടാണ് പരിചയപ്പെട്ടതെങ്കിലും എനിക്ക് നിങ്ങളെ ഇഷ്ടമായി. നമുക്ക് വീണ്ടും കാണണം. എന്റെ മനസ്സിൽ ചില കണക്കുകൂട്ടലൊക്കെ ഉണ്ട് കേട്ടാ. ഓക്കെ. അവൻ മുമ്പേ എത്തി. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുൻപേ. ഇവൻ വന്ന സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു. എന്തൊരു ഡിസ്ക് എടുത്താലും ശരി, എന്റെ മോളെ ഈ ചെറുക്കനെ കൊണ്ട് തന്നെയും കിട്ടി. ഇത് റിസ്ക് തന്നെയാ. ഇതെന്റെ ഒരു വാശിയാണ്. സ്വന്തം മോളുടെ ജീവിതമാണ്, സൂക്ഷിക്കണം. അതാണ് എനിക്ക് വലുത്. എന്നെ നീ ഒന്ന് പരിചയപ്പെടുത്തണം കേട്ടാ. യെസ്, ഞാൻ കുമാർ കുബേര. ഞാൻ കൃഷ്ണ, ബാലകൃഷ്ണ. ഇപ്പൊ പോയവ എന്തിനാണ് ഇവിടെ വന്നത്? ഇയാളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാൻ പരിചയപ്പെടാൻ. അയാൾ പരിചയപ്പെട്ടിട്ട് പോയി. ആ പോയ സാധനം ഫ്രോഡാണ് കേട്ടാ. ഈ നിൽക്കുന്ന സാധനം ഞാൻ ഡീസന്റ്. വലിയ മുതലാളിയാ, കശുവണ്ടിയുടെ. എത്ര ഫാക്ടറി ഉണ്ട്? ഒന്നോ? ഈ നിൽക്കുന്ന മുതലാളിക്ക് 18 ഫാക്ടറി ഉണ്ട്. എന്തൊരു ഫാക്ടറി? പടം പിടിക്കുന്ന ഫാക്ടറി. അതും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പറഞ്ഞു കൊടുക്കുകയെ. ഒറീസ, ബീഹാർ, രാജസ്ഥാൻ, വയറ് നിറഞ്ഞ്. ഈ നോക്കത്ത ദൂരത്ത് കണ്ണും നട്ട് കിടക്കുന്ന സ്ഥലം മുഴുവൻ മുതലാളി സ്വന്തമാക്കാൻ പോണു. ഒരു സ്റ്റുഡിയോ തുടങ്ങാൻ. ഈ ഫോട്ടോ എടുക്കുന്ന സ്റ്റുഡിയോ അല്ല, യുമാറ്റിക്. ഡ്രൈവർ, ഇയാൾക്ക് മനസ്സിലായില്ല, ശരിക്കും പറഞ്ഞു കൊടുക്ക്. ഈ ടിവിയിൽ വന്ന സിനിമയില്ലേ, അത് പിടിക്കുന്ന ഫാക്ടറി. ദൂരദർശനൻ. ആ, പുതിയതായിട്ടൊരു ദൂരദർശനം തുടങ്ങാൻ വരുന്ന ആളാണെന്ന് ഇയാള് പറഞ്ഞു. തോനെ കായാവൂലേ? ഓ, ഒരു 5 കോടി. എടോ പിയെ, ഇവിടെ പരിസരത്ത് എങ്ങനെ 5 സ്റ്റാർ ഹോട്ടൽ വല്ലതും ഉണ്ടോ താമസിക്കാൻ? ഇല്ല സാർ. ഇല്ലേ? എങ്കിൽ ഈ ദൂരദർശന്റെ പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിച്ചിരിക്കുന്ന അച്ഛനോട് ഫോൺ ചെയ്ത് പറഞ്ഞേരെ. എന്റെ വീട്ടിൽ താമസിക്കാന്ന് പറയണേ. സാറിന് വിരോധം ഇല്ലെങ്കിൽ ഈ കുബേർ സാറിന്റെ വീട്ടിൽ താമസിക്കാം. എനിക്കത് ബുദ്ധിമുട്ടാവും. ഇപ്പൊ ഇവിടുന്ന് പോയ ആൾ ഇത് തന്നെയല്ലേ പറഞ്ഞത്? അയ്യോ, അവന്റെ വീട്ടിൽ താമസിക്കരുത്. അവന്റെ ഭാര്യയ്ക്ക് പകർച്ചവ്യാധിയാണ്. നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒരു വ്യാധിയില്ല ക്ലീൻ. ഇനി വരാതെ നോക്കണം. ആ, മറ്റൊരു വഴിയില്ലെങ്കിൽ നമുക്ക് ഇയാളുടെ വീട്ടിൽ താമസിക്കാം അല്ലേ? ഡ്രൈവർ, ഒരു 50,000 രൂപ ചെക്ക് എഴുതി കൊടുക്കൂ. അയ്യോ, പണം തന്നെ എന്നെ അവമാനിക്കരുത്. ഇതൊരു സഹായമായിട്ട് കരുതണം, എന്റെ മനനിമ്മതിക്ക് വേണ്ടി. ശരി ശരി ശരി, എങ്കിൽ നമുക്ക് ഇയാളുടെ വീട്ടിലേക്ക് പോവാം. ഡ്രൈവർ, വണ്ടി എടുക്കും. ഇതാണ് എന്റെ ഭവനം. അപ്പൊ അതോ? അതൊരു കൂതറ ദരിദ്രവാസിയുടെ. അയൽവാസി ഒരു ദരിദ്രവാസി അല്ലേ? മൊത്തത്തിൽ ഒരു ചീപ്പ് ലുക്ക്. നമ്മുടെ സർവൻസിന്റെ കോട്ടേജിന്റെ അത്ര പോലും വലിപ്പമില്ല. കുറച്ച് ദിവസത്തേക്കല്ലേ അഡ്ജസ്റ്റ് ചെയ്യാം. ഡ്രൈവർ, പെട്ടി എടുക്കൂ. പെട്ടി ഇറേ. ചെന്താമരം. എടടേ, എന്താ എന്താ ഇവൻ എന്തോന്ന് ഇത് 10 കിലോ പെട്ടി വെച്ച് തിരിഞ്ഞളിക്കുന്നത്? തട്ടി തോളിക്കെട്ടടാ. കേട്ടടേ, തട്ടി തോളിക്കെട്ടടാ. കേട്ടടാ. ഇങ്ങോട്ട് പറയേ, ഇങ്ങോട്ട് പറയേ. ഇതൊക്കെ ഒരു നേക്കാ.
ഇത്രേ ഉള്ളൂ ഈസി അല്ലേ? തൊഴിലെന്താണെന്ന് ഇപ്പോഴാ അറിയിക്കണ. എന്തൊരു രണ്ടും കൂടെ കിന്നാരെ ഈ പറയണത്? മുതലാളിയുടെ ഒരു കാര്യം കണ്ട തൊഴിലാളിയാണെന്ന് ആരും പറയൂ. എടേ അറിഞ്ഞുകൂടാത്ത വേലകൾ പറഞ്ഞു കൊടുക്കണേന് ഒരു തെറ്റുമില്ല. അത് ശരിയാ. നീ എന്തൊന്ന് തലയിൽ ലോഡും കെറ്റി മിഴുങ്ങാൻ നിൽക്കുന്നത്? അകത്തോണ്ട് പോയി തട്ട്. അയ്യോ അവ എന്നെ തട്ടി കൊണ്ട് അകത്തു വയ്യടേ. ചുമട് അകത്തുകൊണ്ട് തട്ടാ ഇപ്പൊ പറഞ്ഞു. ഈ ഭാഷകൾ എങ്ങനെ പഠിച്ച്? ഇവന്മാരോട് സംസാരിക്കാൻ വേണ്ടി മുതലാളി ട്യൂഷൻ എടുത്ത് പഠിച്ചതാ. തന്നെ ഇറങ്ങി നിൽക്കുന്ന ചെവല കൂതറ. മോനെ നീ എപ്പോഴാണ് ഇവിടെ ദൂരദർശനം തുടങ്ങാൻ പോണത്? കോടിക്കണക്കിന് കായ് ചെലവാവൂല്ലേ? പിന്നെ ആ ചില കഴിപ്പണം കെട്ടവന്മാരെ കൊണ്ട് ഒരു ഇരിക്കപ്പുറതയില്ല ചെല്ല. ഇവിടെ നിന്നാ കണ്ണു വിട്ടുവിടും. വാ അകത്തോട്ട് പോവാം. നമുക്ക് വെള്ളങ്ങളൊക്കെ കുടിച്ചിരിക്കാം. ഇവിടെ പലരും വിചാരിച്ചിട്ട് നടക്കാത്ത പല കാര്യങ്ങളും ഇനി ഈ കുബേരൻ നടത്തും. ഒലത്തും. എന്താ? അയൽവാസി ഒരു ദരിദ്രവാസി. അത് നിന്റെ അച്ഛൻ. വാ. ഓ ഇത്രയും സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളൂ. ഇവിടെ താമസിക്കണേന് വിരോധമൊന്നും ഇല്ലല്ലോ. നോക്കാം നോക്കാം. ഹലോ മച്ചനോട് സാറിന സാറിന. ഹലോ. ആ എടാ തെണ്ടി, നീ കുറച്ചു നാളായി ചെന്താമരയുടെ കാര്യം പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയിട്ട്. നീ അധികം വെളിച്ചിലെടുത്താണ്ടല്ലോ, ആ കോട്ടും സൂട്ടും ഊരി ഞാൻ അങ്ങോട്ട് പോവും. പിന്നെ നിന്റെ മുമ്പിൽ ഇരിക്കണ കോന്തന്റെ മകളെ കെട്ടണം, എനിക്കൊന്ന് കാണണം. हम तुम के कमरे में बंद हो. राजा का रानी से प्यार हो गया. ഓ അവന്റെ ഒടുക്കത്തൊരു ഹിന്ദി പാട്ട്. ഫോൺ വെക്കട മൈച്ചാന്. अच्छा अच्छा मनीषा कोड़ियाला से पकड़ो. ഓഫി ഓഫി. നമ്മുടെ സീരിയലിൽ ആദ്യത്തെ എപ്പിസോഡിൽ മനീഷ കൊഴിയാളക്ക് ഡേറ്റ് ഇല്ല. നമുക്ക് ജൂഹി ചൗളയെ ബുക്ക് ചെയ്യാം സാർ. അയ്യേ ചാള വേണ്ട അയ്യം. നമുക്ക് നെമ്മി വാങ്ങിക്കാം നെമ്മി. അച്ഛാ അച്ഛാ അച്ഛാ. അല്ല അച്ഛന്റെ കാര്യം കേട്ടപ്പോഴാണ് ഒരു കാര്യം നിരൂപിച്ചത്. ബാലകൃഷ്ണന്റെ അച്ഛന്റെ പേരെന്തര്? മാട്ടുപ്പെട്ടി മഹാദേവൻ. നീ എന്തിനാ എന്റെ അച്ഛന്റെ പേര് പറഞ്ഞത്? എന്റെ അച്ഛൻ മരിച്ചുപോയില്ലേ? അച്ഛൻ മരിച്ച കടക്കാരുടെ തന്റെ പേരെ പറയാ. ഈ സിറ്റുവേഷനിൽ കാശുകാരനായ ഒരു തന്തയാണ് ആവശ്യം. അത് കേട്ടത് ആ കുബേരനകത്തോട്ട് പോയി. ഇനി എങ്ങാനും അയാൾക്ക് മഹാദേവനെ പരിചയം ഉണ്ടാവുമോ? ഉണ്ടാവോ? ഉണ്ടാവോ? നീനെ നമ്മുടെ ഫാക്ടറി വരുന്ന കശുവണ്ടിയൊക്കെ എവിടെ നിന്നാണെന്ന് അറിയാം? മിടുക്കി എടി തൂവലെ മഹാദേവന്റെ തോട്ടത്തിൽ നിന്നാണ്. ആ അയാളുടെ മോൻ നമ്മുടെ മോളെ കെട്ടിയ അണ്ടി പുറത്തൊന്നും വാങ്ങിക്കണ്ടല്ലോ. അത് ശരിയാ. ഇനിയിപ്പോ അയാളെങ്ങനെ പോലീസിൽ ഫോൺ ചെയ്യോ? എങ്കിൽ എല്ലാവരും അകത്തായത് തന്നെ. തലം കാലിയാക്കുന്നതാണ് ബുദ്ധി. ബാബാ ബാബാ നില്ല്. ഇനി വാടി. ഇതാണ് മാധവന്റെ മോൻ ബാലകൃഷ്ണൻ. ബാലകൃഷ്ണ. തെറ്റിത്തേ. ഇതെന്റെ ഭാര്യ ലീല. ലീല കുബേര. ഹലോ. എവിടെ ലക്ഷ്മി? ലക്ഷ്മി. ലക്ഷ്മി ലക്ഷ്മി. ഓ അപ്പൊ ഇവിടെ വേറെ പെൺകുട്ടികളൊക്കെ ഉണ്ടല്ലേ? പെൺകുട്ടികളില്ല, ഒരു പെൺകുട്ടിയേ ഉള്ളൂ. എന്റെ മോള് ലക്ഷ്മി, സാക്ഷാൽ മഹാലക്ഷ്മി. എന്തിനാ ഡാഡി വിളിച്ച? പ്യാടിച്ചു വായ. മോൻ കഴിഞ്ഞിട്ട് പാടി. മാടപ്രാവിനെ പോലെ കുണുങ്ങി കുണുങ്ങി പോണത് കണ്ടാടിയേ. പകർച്ചവ്യാധിയാണോ? അയ്യോ അല്ല, മുഖത്തിനൊരു പോതരവ് കിട്ടാൻ വേണ്ടി പെരട്ടണ കുഴമ്പ്. എന്തിനാ എന്റെ പേര്? അതിപ്പോ നിനക്ക് പറഞ്ഞൂടെ? പിന്നെ എന്തിനു പുല്ലിന് നീ സൗന്ദര്യക്കടയിൽ കയറി ഇറങ്ങണം? അതുപോലെ മോള് കണ്ണി കണ്ട മാസികളൊക്കെ വായിച്ച് അവൾ എന്തൊരു കണ്ടാലും എടുത്ത് മോന്തയ്ക്ക് പരട്ടും. വെള്ളരിക്കണ്ടവള് വിടൂല്ല. വെട്ടിയെടുത്ത് കണ്ണി ഒട്ടിക്കും, കാരറ്റ് എടുത്ത് ചുരണ്ടും, റവ എടുത്ത് തലയെ തേക്കും, കുളിക്കുന്നത് പയറുപൊടി തേച്ച്, മോൻ കഴിവണത് ആട്ടും പാലില്. ഹോ ചെലവോട് ചെലവ്. എന്തൊരു കഷ്ടം. ഞാൻ ഒരു പണക്കാരനല്ലായിരുന്നു, ഇപ്പൊ പിച്ചക്കാരനായനെ. എന്തൊരു അവര് പെക്കളഞ്ഞത്. എത്ര കോടി രൂപ കിട്ടിയാലും ഈ അവതാരത്തിന് എനിക്ക് വേണ്ട. അയ്യോ ഒറിജിനൽ രൂപത്തിന് യാതൊരു കുഴപ്പമില്ല. അത് നിനക്ക് എങ്ങനെ അറിയാം? ഇതെന്തൊരു ചർച്ചകള്? അല്ല, ഈ പ്രായത്തിലുള്ള പെൺപിള്ളേരുടെ വീട്ടിൽ കഴിയാൻ മടിയാണെന്ന് മടിച്ച് മടിച്ച് പറയായിരുന്നു മുതലാളി. ഇതേതാ ഈ കുട്ടി? എന്റെ മോള്. എനിക്കിഷ്ടമായി. ഈ വീടും പരിസരവും ഒക്കെ പരിചയപ്പെട്ടില്ല. സോറി. ഞാൻ ബാലകൃഷ്ണൻ. തിരക്കിൽ നിന്നും തിരക്കിലേക്ക് തിരക്കിട്ട് കുതിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ. മഹാഭാരതം കാണാറുണ്ടോ? ആ ബുക്ക് കൂടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. 300 രൂപയായി. അതല്ല, ടിവിയില്. ഇതൊക്കെ ടിവിയിലും വന്ന കണ്ടിട്ടുണ്ടോ? ഉണ്ട്. രാമായണം. ഉണ്ട്. ഇത് രണ്ടും നിർമ്മിച്ച ഞാനാ. വേറെ വേറെ പേരുകളിൽ. അതെന്തരന്? ഇൻകം ടാക്സ്. ഓ ഈ സീരിയലല്ലാതെ സിനിമയൊന്നും പിടിച്ചിട്ടില്ല. ഒരെണ്ണം കൂലി നമ്പർ 1. കൂലി ഇംഗ്ലീഷ് സിനിമ.
ഇനി ഞാൻ കഥ തിരക്കഥ വസനം എഴുതി സംവിധാനം ചെയ്യുന്ന ഒരു സീരിയൽ നിർമ്മിക്കാൻ പോകുന്നു. എത്ര എപ്പീസ്? 1000. ഇത്രയും നീളോ? അതേത് സീരിയൽ? രാമായണം 2ാം ഭാഗം. ഇംഗ്ലീഷാ. ഒരു ചെറിയ വേഷം ഞാനും അഭിനയിക്കുന്നുണ്ട്, രാമന്റെ. എന്റെ മനസ്സിലുള്ള സീതയുടെ രൂപം ഇതാണ്. സെലക്ട് ചെയ്താ ഇപ്പൊ ഏതാണ്ട് കൊത്ത ലക്ഷണമുണ്ട്. എന്തൊരുത്ത്? അല്ല സീത നായിക ജൂസുകൾക്ക് പകരം. മുതലാളി ഞാനിപ്പോ പോട്ടെ. താനോടെ പോന്നു? അച്ഛന്റെ അടുത്തേക്ക്. ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കണം. വലിയ വിഷമക്കാരനാ. ഇവിടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നു കഴിയുമ്പോ ഞാനിങ്ങെത്താ പോലെ. താൻ പോയാൽ ശരിയാവില്ല. യവൻ പോണെങ്കിൽ പോട്ടെ. മോന്റെ എല്ലാ കാര്യങ്ങളും നോക്കി ഞാൻ ഇല്ല ഇവിടെ. ദേ മേളിലാണ് മുറി, അങ്ങോട്ട് ചെല്ല്. പോ. ദേ, നീ എങ്ങോട്ട് വെച്ച് വിടുന്നത്? ഡ്രൈവർക്ക് പുറത്ത് ഷെഡിൽ താമസിക്കാം. ഷെഡാ? വാ പോ. നീ അങ്ങോട്ട് ചെല്ല്. ദേ, പോടേ. അങ്ങോട്ട് ചെല്ല്. എന്തിനിടെ നിന്ന് വടവണത്? ഇവൻ തറയാണല്ലേ. മോളെ, ഉം, ഡ്രൈവറെ തട്ടി ഷെഡിലും കയറ്റി അവനെ പിടിച്ച് മുറിയിലും ആക്കി. ഇനി പിടി മുറുക്കേണ്ടത് നീയാണ്. ഞാനോ? എന്തിന്? വാ എടി, അവനെ കുറിച്ച് എന്റെ അഭിപ്രായം എന്തിനാണ്? ജെന്റിൽ ആൻഡ് ഹാൻസം. അങ്ങനെ വരട്ടെ. എടിയേ, ആ. എവള് പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ലെങ്കിലും ഇവളുടെ മുഖഭാവത്തിന് സംഗതി പിടികിട്ടി. എന്തിന്? കൊന്താം. എവക്ക് അവനെ ബോധ്യമായി. കണ്ടോ എടി, ഇനി അവന് എവളെ ബോധിക്കാൻ എന്തിനു ചെയ്യണം? നിന്റെ മോക്ക് ലൈൻ അടിക്കാൻ അറിയാം? എടി, നീ പറഞ്ഞു കൊടുക്കണം. നീ എന്നെ വളച്ച് വീഴ്ചകളല്ലേ എക്സ്പോർട്ട്. എന്താ ഒന്നും മിണ്ടാത്തെ? ഏയ്, डैडी बोला कि आप हिंदी बात कर सकते हैं. डैडी को हिंदी नहीं आता, हम हिंदी में बात करेंगे. बोलो. क्या? എന്റെ മോക്ക് ഹിന്ദി നന്നായിട്ട് അറിയാം. അതെനിക്കറിയില്ലായിരുന്നു. എന്തിന് ഹിന്ദിയാ? ലക്ഷ്മിക്ക് ഹിന്ദി അറിയാവുന്നും അച്ഛനത് അറിയില്ലെന്നും എനിക്കറിയാൻ പാടില്ലായിരുന്നു. आपने दिलवाले दुल्हनिया ले जाएंगे देखा? आप किसी से प्यार किया है क्या? इश्क हुआ. എന്തരാണ് എന്റെ മോൾ ഹിന്ദിയിൽ പറഞ്ഞത്? ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചാ? അയ്യോ, അവക്ക് ഇംഗ്ലീഷ്, ഹിന്ദി, മറാഠി എന്നീ ഭാഷകളുടെ പോരായ്മകൾ ഇനി മോൻ വേണം തീർത്തു കൊടുക്കാൻ. അത് ഞാൻ ഏറ്റു. നിർത്തിയ നിറഞ്ഞു. ഒരു പഴം കൂടി താങ്ങൂല്ലേ? താങ്ങൂല. അയ്യോ, ഇത്തിപ്പൂരല്ലേടി തിന്നുള്ളൂ. എന്താ വിശപ്പൊന്നുമില്ലേ? കഴിക്കണ്ടേ? ഇതെന്താ 2 പാത്രം? ഒന്ന് പട്ടിക്കാം. അയ്യേ, അകത്ത് നിങ്ങളുടെ മുതലാളിയെ സൽക്കരിച്ച് തീറ്റിച്ച് കൊല്ലും. മതി. എനിക്ക് ചേട്ടൻ കല്യാണം കഴിച്ചാണോ? എന്തിനാ? അല്ല, എനിക്ക് ചില ആലോചനകളൊക്കെ വേണുണ്ട്. എവിടെ വീട്? കുറച്ച് തെക്കാ. തെക്കെന്ന് പറഞ്ഞ വടക്കിന്റെ ഓപ്പോസിറ്റ്. അച്ഛനും അമ്മയൊക്കെ ഇന്നലെ വരെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ അച്ഛനെ വിറ്റു. വലിയ ദേഷ്യക്കാരനാണല്ലേ? സന്തോഷമായി. നീ ഹാപ്പി ആണല്ലോ, എനിക്ക് അത് മതി. പഞ്ചാര അടിച്ചോ. പിന്നെ ഒരു കാര്യം, ഭക്ഷണം കഴിക്കുമ്പോ സൂക്ഷിക്കണം, ആക്രാന്തം കഴിക്കരുത്. ആഹാരം കാണുമ്പോ എനിക്ക് ആക്രാന്തമാണല്ലോടാ തെണ്ടി. പതുക്കെ, ഒരു തമാശ പറയാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാൽ? എന്നെ അടുക്കള വശത്തിരുത്തി ചോറ് തന്നപ്പോ നീ ഒരു വാക്ക് ചോദിച്ചാ? തെറ്റായി പോയി. അതൊക്കെ പോട്ടെ. ഇവിടുത്തെ ഉണക്കമാന്തൽ പോലെ ഇരിക്കുന്ന വേലക്കാരി ഉണ്ടല്ലോ, അവളുടെ ഒരു ഒടുക്കത്തെ നോട്ടവും ഒരു മുടിഞ്ഞ പ്രേമവും. ഞാൻ ആരാണെന്ന് അവളുടെ വിചാരം? നീ എന്നൊന്നും മിണ്ടാതിരിക്കണേ. നിനക്ക് ഹിന്ദി അറിയോ? ഈ ഇഷ്ക് ഹുവ എന്ന് പറഞ്ഞാൽ എന്താ? തേങ്ങാ കൊലാന്ന്. നീ ചൂടാവാതെ. എടാ, അവൾ ഏതാണ്ടൊക്കെ ഹിന്ദിയിൽ പറഞ്ഞ് കാലിലൊരു തോണ്ടും. ഈ അരിച്ചാക്കിൽ ഹുക്കിട്ട് പിടിക്കുന്ന പോലെ എന്റെ ദേഹം ഐസ് പോലെയായി. എന്തായാലും ഈ പ്രേമത്തിന് ഭാഷയില്ലാത്തതുകൊണ്ട് ഒരു കാര്യം പിടികിട്ടി, അവൾക്ക് എന്നോട് പെരുത്ത് ഇഷ്ടമാണ്. അങ്ങനെ മാട്ടുപ്പെട്ടിയുടെ തെരുവിൽ ഓടിക്കളിച്ചു വളർന്ന ഞാൻ ആദ്യമായി ഒരു ബംഗ്ലാവിൽ അന്തിയുറങ്ങാൻ പോകുന്നു. അവന്റെ രുചിപ്പ് കണ്ടില്ലേ? നീ ഇതുവരെ പെയ്യില്ലേ? ചട്ടി നോക്കി കണ്ടില്ല, ജോലിക്കാരി കിടക്കുന്നത് നോക്കി അവിടെയും കണ്ടില്ല.
അപ്പൊ ഞാൻ നിരൂപിച്ചു നീ ഇവിടെ തന്നെ കാണുമെന്ന്. അല്ല ഞങ്ങൾ ഇങ്ങനെ ഓരോ വീട്ടുകാര്യങ്ങൾ പറഞ്ഞിരിക്കാം. നീ കൂടുതൽ കോനയടിക്കണ്ട. ബിസിനസിന്റെ തലവേദനക്കിടയ്ക്ക് നിന്റെ വർത്താന ബാലേഷന് കൂടുതൽ തലവേദന ഉണ്ടാക്കും. ആ വാ 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 പോം. വേണമെങ്കിൽ ഇന്നത്തേക്ക് ഒരു ദിവസം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തോട്ടെ, പാവല്ലേ. അയ്യോ വേണ്ട, പിന്നെ അതൊരു ശീലമായി പോവും. കുട്ടികളെയും പട്ടികളെയും നിർത്തേണ്ടടുത്ത് നിർത്തിയില്ലെങ്കിൽ അത് മടി കയറിയിരുന്ന് പെടുക്കും. ഒരു മണ്ണുണ്ണി തന്നെ. ചിരിക്കണ്ട, ദൈവം ഒരാള് മുകളിലുണ്ട്. ഇതിന് നീ അനുഭവിച്ചില്ലെങ്കിൽ അപ്പൊ ഞാൻ പറഞ്ഞ പോലെ എന്റെ കമ്മീഷൻ മറക്കരുത്. ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വാ. എന്തിനാണ് എന്നെ കണ്ട് ഓടിയത്? താനെന്തിനാ ഓടിയത്? നീ ഓടുന്നുണ്ടല്ലോ, ഞാൻ ഓടിയത്. അത് കൊള്ളാം, എന്നിട്ട് ഓടിപ്പിച്ചിട്ട് എന്തിനാ ഓടിയെന്ന്. എന്റെ പൊന്ന് ചേട്ടാ, 2 പ്രാവശ്യം അറ്റാക്ക് വന്നൊരു മനുഷ്യനാണ് ഞാൻ. 3ാമതൊരു അറ്റാക്ക് വരികയാണെങ്കിൽ 4ാമതൊരു അറ്റാക്കിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് വയ്യ നന്ന് പറഞ്ഞത്. ശരി, നീ എന്നെ കൈ ഒഴിഞ്ഞെങ്കിലും എനിക്കൊരാളെ കണ്ടുപിടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നീ പറഞ്ഞ മാട്ടുപ്പെട്ടി മച്ചാൻ അന്വേഷിച്ച് ഞാൻ പോയിരുന്നു. പക്ഷെ കിട്ടിയത് അതിനേക്കാൾ തറപ്പാത്തിയെ. ചെറ്റകളിൽ പരമചെറ്റ, തെണ്ടികൾ നിന്നേക്കാൾ വലിയ തെണ്ടി, ദരിദ്രവാസികൾ നിന്റെ അച്ഛനേക്കാൾ വലിയ ദരിദ്രവാസി. പാന്റും കോട്ടടിച്ച് കൊണ്ടുവന്നിട്ട് ചെറ്റെന്നോ? ആണോ തെണ്ടി? ആണോ ദരിദ്രവാസി? കണ്ടപ്പനെ തറയൊക്കെ വെറും തറയാ, പക്ഷെ തറവാടിയൊക്കെ തറവാടിയാ. ഞാൻ നിന്നെ പറഞ്ഞല്ല, നിനക്ക് വേണ്ടി അപ്പോയിന്റ് ചെയ്ത ഡ്രൈവർ കുസ്ലാപ്പിയ പറഞ്ഞല്ലേ. എന്നെയോ? എന്താ നിനക്കും എന്നെ തല്ലണോ? ചോറ് എന്ന കഴിക്കാൻ കടിക്കില്ല. ഇത് താമസിക്കണ്ട, നിങ്ങൾ ചെല്ലേ. പറഞ്ഞ പോലെ നമ്മുടെ വർക്ക് ആരംഭിക്കും. ഡ്രൈവർ വണ്ടി എടുക്കും. എന്താ ഒന്ന് എടടേ. ചെല്ലേ. നല്ല സെലക്ഷൻ. ഇവരാ കടമ്പം കുടുംബം കംപ്ലീറ്റും കുളം തോട്ടും. എന്ത് പറ്റിയടേ? ആക്സിൽ ഒടിഞ്ഞു. എപ്പോ? എടാ മണ്ട, ഇതാണ് അച്യുതം പറഞ്ഞ വീട്. ഇവിടെ കയറി പറ്റാൻ വേണ്ടി ഞാൻ കണ്ടുപിടിച്ച സൂത്രമാണ് ഇത്. ആ വണ്ടി എടുത്ത് മാറ്റ്. പെട്ടെന്ന് മാറ്റാൻ ബുദ്ധിമുട്ടുണ്ട്. വണ്ടിയുടെ ആക്സിൽ ഒടിഞ്ഞു. എങ്ങനെ ഇത്ര കറക്റ്റ് ആയിട്ട് എന്റെ വീടിന്റെ മുന്നിലെത്തിയപ്പോ തന്റെ ആക്സിൽ ഒടിഞ്ഞത്? അതിന് ആക്സിലിന് അറിയില്ലല്ലോ ഇത് കൊച്ചമ്മയുടെ വീടാണെന്ന്. ഓഹോ, ഇതിലും നന്നായിട്ട് സംസാരിക്കുന്ന പൂവാലന്മാരെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ആണല്ലേ? അപ്പൊ നീ പുതിയ പൂവാലന്മാരെ തപ്പി ഇറങ്ങിയതാ? വണ്ടി എടുത്ത് മാറ്റടോ. എടുത്തു മാറ്റാനും നോക്കില്ല, വേണേ തള്ളി നോക്കാം. വരൂ സഹായത്തിന്. മര്യാദയ്ക്ക് സംസാരിക്കണം. എടാ കൊച്ചലാപ്പി, പെണ്ണിന്റെ ചൊടിപ്പുണ്ടില്ലേ? ചരക്ക് കൊള്ളാലോ. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. ആവശ്യ സാധനത്തിന് പറയുന്ന പേരാണ് ചരക്ക്. മൊയ്ലാളി, ചരക്കില്ലാതെ ഈ ലോകത്ത് ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റൂടാ? ചരക്ക് കയറ്റി ഇറക്കി തൊഴിൽ ഏർപ്പെട്ട എത്ര ആൾക്കാർ ഈ നാട്ടിൽ കഴിയുന്നുണ്ടെന്ന് അറിയാമോ? പിന്നെ ഈ ചരക്ക് തന്നെ പലതരമുണ്ട്. ചെറിയ ചരക്ക്, മീഡിയം ചരക്ക്, വലിയ ചരക്ക്, പിന്നെ മലൻ ചരക്ക്, നാടൻ ചരക്ക്, ഫോറൻ ചരക്ക്. ഒരു മീഡിയം ചരക്ക് വരെ പൊക്കാൻ എന്നെ പോലെ ഒരുത്തം മതി. പക്ഷെ ഇതുപോലത്തെ മുടുത്താൻ ചരക്കുകളെ പൊക്കാൻ ക്രെയിൻ തന്നെ വേണം. മൊയ്ലാളി കൺട്രോൾ. കാണിച്ചതാടോ. അതൊക്കെ കാണിക്കേണ്ടവരെ കാണിക്കാറാവുമ്പോ കാണിച്ചാ പോരെ, എന്നെ എന്തിനാ കാണിക്കുന്നത്? നശിപ്പിച്ചില്ലേ? ഓ മൂത്തോ ഈ സംസാരിച്ച ഓടാ നശിച്ചു. അതല്ല, ആ പെണ്ണിനെ കെട്ടാനാ നമ്മൾ ഇവിടെ വന്നത്. ഇതിന് അവന്റെ ഒരു അഹങ്കാരം. ഏതോ ഒരു വാളങ്കോടം നടന്നു വരുന്നുണ്ട്. അവളുടെ തന്തയാണോന്ന് സംശയമുണ്ട്. മുതലാളി ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. വണ്ടി ആകുമ്പോ തട്ടിയെന്നൊരു മുട്ടിയെന്നൊരു ആക്സിലോടെയും ഗിയർ പഞ്ചറാവും, ടയർ സ്ലിപ്പാവും, എന്തിന് അടിച്ചിരിക്കും പെട്രോൾ വരെ തീർന്നു പോകും. നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ലോങ് ട്രിപ്പിന് ശീലോ കാർ എടുത്താൽ മതിയെന്ന്? അല്ലേ തന്നെ എന്തിനാ ടാറ്റാ സുമോ, എസ്റ്റേറ്റ്, സിയാറ, ബെൻസ്, കോണ്ടസ, മഹീന്ദ്ര ഇതിലേതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് നീ കുഴപ്പം വരെയായിരുന്നു? സാർ ഇതൊന്ന് കേൾക്കണം. ഞാനും മുതലാളിയും കൂടി രാവിലെ ഒരു പെണ്ണ് കാണാൻ പോയതാ. പെണ്ണ് കണ്ടിട്ട് പെണ്ണിനെ പിടിക്കാതെ ഇവിടെ എത്തിയ മുതലാളി ഈ വീട്ടിലെ പെണ്ണിനെ എതിരെ ചീത്തം കേട്ടു. അതിന് എന്റെ മേത്ത് കുതിരയിട്ടെന്ന് കാര്യം. നിങ്ങൾ ഇതിലൂടെ എങ്ങാട്ട് പാണത്? ഹൈവേയിലോട്ട്. ഇതിലെ പോയാൽ 5 കിലോമീറ്റർ കുറവുണ്ടെന്ന് പറഞ്ഞ ഈ തെണ്ടി വണ്ടി കൊണ്ട് ഇങ്ങോട്ട് വന്നത്. പേര് എസ്റ്റീം. എസ്റ്റീമിന്റെ അച്ഛൻ? എന്റെ പേരല്ല എസ്റ്റീം, എന്റെ പേര് കണ്ണനെന്നാ. കണ്ണ എവിടുന്ന് വരുന്നത്? മാട്ടുപ്പെട്ടി. കണ്ണന്റെ അച്ഛൻ? മാട്ടുപ്പെട്ടി. മാട്ടുപ്പെട്ടി മഹാദേവൻ. മാട്ടുപ്പെട്ടി മഹാദേവൻ? അതെ. സാർ അറിയോ അദ്ദേഹത്തെ? നേരിട്ട് അറിഞ്ഞുകൂടാ, പക്ഷെ ഒരുപാട് കേട്ടിട്ടുണ്ട് കേട്ടാ. ആശ്വാസമായി. നീ എന്തിട്ട് നോക്കി നിൽക്കണത്? ഉടനെ പോയി വണ്ടി ശരിയാക്കണേ. മോനെ കണ്ട, മോൻ വീട്ടിലോട്ട് വരി. വണ്ടി ശരിയാവണത് വരെ നമുക്ക് അവിടെ പോയി റെസ്റ്റ് എടുക്കാം. കൊച്ചലാപ്പി, നീ എന്നെ രക്ഷിച്ചു. നിനക്ക് ഇത്രയും ബുദ്ധിയുണ്ടെന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. മനസ്സിലായല്ലോ. നീ ഒരു കാര്യം ചെയ്യും, നീ ഇപ്പൊ വണ്ടി എന്നാക്കിട്ടോ. ഇനിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റു. ഓക്കെ. നീ ഇവിടെ മുഖം വീർപ്പിച്ചിരിക്കാതെ പാട്ടൊക്കെ പിന്നെയും പാടാവില്ലേ? എന്നെ ഇൻസൾട്ട് ചെയ്തന്നെ എന്തിനാ വീട്ടിൽ കയറ്റി ഇരുത്തിരിക്കണേ? നീ വേണ്ടാത്ത വർത്താനം പറഞ്ഞു ഉള്ളം കയ്യിലോട്ട് വന്ന മഹാലക്ഷ്മി തട്ടിക്കളയല്ലേ. ഇടിയവ ആരാന്നറിയാവോ? മാട്ടുപ്പെട്ടി മഹാദേവന്റെ മോൻ കണ്ണേ. നിന്നെ ലവന് ഇഷ്ടപ്പെട്ട നിന്റെ ചുക്രം തെളിഞ്ഞു. ഇവക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കണം? എടി ചാന്ത ഒന്ന് പറഞ്ഞു കൊടുടി.
ഞാൻ വിളിക്കുമ്പോ നീ ഒന്ന് അണിഞ്ഞു വരണം കേട്ടാ. വരണം മോളെ. അച്ഛൻ പോട്ടാ. 2 ദിവസമോ? പറ്റില്ല. കാർ നന്നായി കിട്ടാൻ താമസിക്കുമെങ്കിൽ പുതിയ ഒരെണ്ണം വാങ്ങിച്ചോണ്ടോ. ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ പറയുന്ന അങ്ങോട്ട് അനുസരിച്ചോണ്ടാ മതി. എന്തിനാണ് ഇപ്പൊ പുതിയ കാർ? കാർ നന്നായി കിട്ടാൻ താമസിക്കുമെന്ന്. പാച്ച് കിട്ടാലത്രേ. അപ്പോഴത് കിട്ടിയതിന് ശേഷമേ പോകൂ. അതുവരെ ഞാൻ എവിടെ താമസിക്കും? ഇവിടെ വലിയ ഹോട്ടലൊന്നും ഇല്ലല്ലോ അപ്പി. 2 ദിവസത്തേക്ക് എന്നല്ലേ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തു. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലല്ലോ. പാർവതി മോളെ, ആ കുട്ടിയോട് ചോദിക്കണം. അവളെ കോളേജിൽ എന്തോ പരിപാടിക്ക് പാടാൻ പോയതാണ്. അത് മുടങ്ങിയതിൽ അവൾക്ക് ഭയങ്കര ദേഷ്യം. പാർവതി മോളെ. കലാകാരിയാണല്ലേ? വാ. എന്നാൽ ആ കുട്ടിയോട് എനിക്ക് മാപ്പ് പറഞ്ഞേ പറ്റൂ. ഈ കലാകാരന്മാരെയും കലാകാരികളെയും എനിക്ക് എന്ത് ഇഷ്ടമാണെന്നോ. ഞാൻ കാരണം പാടാൻ കഴിയാത്തതിൽ കുട്ടിക്ക് എന്നോട് വെറുപ്പുണ്ടോ? ഉണ്ട്. വെറുക്കണം. വെറുത്തില്ലെങ്കിൽ അതിശയുള്ളൂ. പെണ്ണുങ്ങളോട് അധികം ഇടപെടുകയും ശീലമില്ലാത്തതുകൊണ്ടായിരിക്കാം എനിക്ക് കുട്ടിയോട് അങ്ങനെ പെരുമാറേണ്ടി വന്നത്. എന്റെ 16ാമത്തെ വയസ്സിൽ ഈ തലയിൽ ഭാരം കയറ്റി തുടങ്ങിയതാ. ഭാരോ? അതെ, കോടികളുടെ ഭാരം. ഈ ബിസിനസ്, കാശ്, കണക്ക് മടുത്തു. നിലം തൊടാത്ത യാത്രകൾ. അമേരിക്ക, ലണ്ടൻ, ജപ്പാൻ, ഇന്ത്യ, കേരള, വിയൂർ, കണ്ണൂർ, പൂജപ്പുര, പാളയം, സ്റ്റാച്യു, പേട്ട, തിരുവനന്തപുരം, അങ്ങനെ എത്ര രാജ്യങ്ങൾ. സ്നേഹം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. കോടികൾ മാത്രം സമ്പാദിക്കുന്നതിൽ ശ്രദ്ധിക്കുന്ന അച്ഛൻ, ക്ലബും സൗന്ദര്യ മത്സരങ്ങളുമായി കറങ്ങി നടക്കുന്ന അമ്മ, സ്നേഹം കിട്ടാതെ തൂങ്ങി മരിച്ച ഒരു പെങ്ങൾ. ഇതിനിടയിൽ എനിക്ക് എവിടുന്ന് സ്നേഹം കിട്ടാൻ? അയ്യോ പാവം. അച്ഛാ, അമ്മേ, ഈ വീട്ടിൽ വന്നപ്പോഴാണ് സ്നേഹമുള്ള, സംസ്കാരമുള്ള ഒരു കുടുംബത്തെ ഞാൻ കണ്ടത്. അച്ഛൻ എനിക്ക് വേണ്ടി 50 കോടി രൂപയുടെ സ്വത്തുള്ള പെണ്ണിനെ ആലോചിച്ച് വെച്ചിരിക്കുക. എനിക്കെന്തിനാ കോടികൾ? പറയൂ, ഈ സ്നേഹത്തിന്റെ മുന്നിൽ കോടികൾക്ക് എന്താണ് വില? ദാറ്റ് ഈസ് നത്തിങ് ഓഫ് ദി. കുട്ടി, വേദനിക്കുന്ന ഒരു കോടീശ്വരനാണ് ഞാൻ. വിഷമിക്കരുത്. ഒരു പെണ്ണിന്റെയും വിഷമം കാണുന്നത് എനിക്കിഷ്ടമല്ല, പ്രത്യേകിച്ച് കുട്ടിയുടെ. ലവം വീഴുന്നെന്ന് തോന്നുന്നു. ഞാനൊരു കലാകാരനാണ് കേട്ടോ. കോളേജിൽ പഠിച്ചോണ്ടിരുന്നപ്പോ പ്രച്ഛന്ന വേഷ മത്സരത്തിന് എനിക്ക് 3 അവാർഡ് കിട്ടിയിട്ടുണ്ട്. എന്തരായിരുന്നു വേഷം? ചുമട്ടുകാരൻ. ആ വേഷത്തിൽ എന്നെ കണ്ടിട്ടില്ലല്ലോ. ഒന്ന് കാണണം, ഒറിജിനൽ ആണെന്നേ തോന്നുന്നു. അല്ല, ഞാൻ കാണിച്ചു തരാം. എന്നോടുള്ള വെറുപ്പ് അല്പമെങ്കിലും കുറഞ്ഞോ? നമുക്ക് പാടാനുള്ള അവസരം ഇനിയും ഉണ്ടാവും. ലവർ എന്തൊരു വേണോ പറയട്ടെ, നമുക്ക് അകത്തോട്ട് പോവാം. വാ. ചായ.